അങ്ങനെ നോറ ഔട്ടാകുന്ന പ്രൊമോ വന്നിരിക്കുകയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നോറയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്, നോറ ഔട്ടായോ, ശരിക്കും ഒരു വെറൈറ്റി ടാസ്ക് ഒക്കെ കൊടുക്കുന്നുണ്ടെന്ന്. പക്ഷേ ടാസ്കിന് ശേഷം അവരുടെ അടുത്ത് ഇഷ്ടമുള്ള കുറച്ച് സംഭവം എടുക്കാൻ പറഞ്ഞൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇന്നലെ രാത്രി CID രാംദാസിൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു. CID രാംദാസും ലാലേട്ടനും കൂടി ഒരുമിച്ച് നിൽക്കുന്നത്. ഇപ്പോൾ അതായത് വീണ്ടും നമ്മുടെ ഇന്നലെ പ്രൊമോ, നമ്മുടെ എപ്പിസോഡ് തീർന്നിട്ട് പ്രൊമോയിൽ കാണിച്ച ആ സംഭവം എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തം 3 പ്രൊമോയാണ് വന്നിരിക്കുന്നത്. ഇനി ചിലപ്പോൾ ഒരെണ്ണം കൂടി വരുമായിരിക്കാം, അത് നമുക്ക് നോക്കാം. എന്തായാലും എന്താണ് പ്രൊമോക്കകത്തുള്ളത്, നോറ ഔട്ടായോ, എന്താണ് വിവരങ്ങൾ പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യാൻ വേണം. അപ്പോൾ ഒരു പ്രൊമോ വന്നിരിക്കുകയാണ്. ആ പ്രൊമോക്കകത്ത് ലാലേട്ടൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നോമിനേഷനിലുള്ള 7 പേരിൽ നന്ദന പോയി. ബാക്കി ഇന്നലെ റിസൾട്ട് പെൻഡിങ് ആയിട്ടുള്ള അഭിഷേക്, ഋഷി, സായി, നോറ, ശ്രീതു, ജാസ്മിൻ, ഇവർ 6 പേരെടുത്തും ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നു. എന്നിട്ട് അവിടെ കുറേ പൂക്കൾ വെച്ചിരിക്കുന്നു, കുറേ ഡാലിയ പല കളർ, യെല്ലോ, റെഡ്, മജന്ത, പല കളർ അവിടെ വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പൂ എടുത്തോ എന്ന് ലാലേട്ടൻ പറയുകയാണ്. അപ്പോൾ അവർ ഓരോരുത്തരും ഓരോ പൂക്കളൊക്കെ ഇത് എടുക്കുന്നു. എന്നിട്ട് ലാലേട്ടൻ പറയുന്നു ബാക്കി കാര്യം ബിഗ് ബോസ് പറയും എന്ന് പറയാണ്. എന്നിട്ട് പിന്നീട് കാണിക്കുന്നത് ഇവർ ഗാർഡൻ ഏരിയയിൽ വന്ന് നിൽക്കുമ്പോൾ ബിഗ് ബോസ് പറയാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൂവിൻ്റെ കളർ ഏതാണോ, അവിടെ കുറേ പെട്ടികളുണ്ട്, കുറേ പെഡസ്റ്റൽ, അവിടെ 6 പെഡസ്റ്റലുണ്ട്. 6 പെഡസ്റ്റലിൽ 6 പെട്ടികളുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൂവിൻ്റെ നിറം ഇപ്പോൾ പച്ചയാണെങ്കിൽ പച്ച ബോക്സ് തുറക്കുക. അപ്പോൾ അതിനകത്ത് ഒരു ഇങ്ങനെ നമ്മുടെ ഒരു ബാനർ കിട്ടും. നമുക്കിവിടെ ഇങ്ങനെ ഇടാനുള്ള ഒരു സംഭവം കിട്ടും. ഇങ്ങനെ ബാനറൊക്കെ ഇങ്ങനെ മിസ്സിസ് ട്യൂൺ എന്നൊക്കെ പറഞ്ഞ് കിടത്തില്ല, അതുപോലത്തെ ഇങ്ങനെ ഒരു ബാൻഡ് കിട്ടും. അപ്പോൾ ആ ബാൻഡ് പച്ച കളറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സേവ് ആണ്, പച്ച കളറാണെങ്കിൽ സേവും, ചുവപ്പാണെങ്കിൽ നിങ്ങൾ എവിക്റ്റും ആണെന്ന് പറയാണ്. അപ്പം ഈ പറയുന്ന പോലെ ഗാർഡൻ ഏരിയയിൽ നിന്ന് അവർ ഓരോരുത്തർ വീതം തുറക്കുന്നു. അഭിഷേകിന് പച്ച കിട്ടുന്നു, സായിക്ക് പച്ച കിട്ടുന്നു, ശ്രീധുവിന് പച്ച കിട്ടുന്നു, ജാസ്മിന് പച്ച കിട്ടുന്നു. അപ്പോൾ 2 പേർക്ക്, ഋഷിക്കും നോറയ്ക്കും, ഇത് രണ്ടും മാത്രം പ്രൊമോയിൽ കാണിക്കുന്നില്ല. ഇവർ 2 പേരും കൂടെ ഇങ്ങനെ തുറക്കുമ്പം ഋഷി ഇങ്ങനെ ഒരു എക്സ്പ്രഷനും ഇല്ലാതെ നിൽക്കുവാണ്. നോറ അതിങ്ങനെ തുറന്നിട്ട് ആ ഒരു എക്സ്പ്രഷനിൽ നിൽക്കുവാണ്. അപ്പം സംഭവം ഇതിൻ്റെ പിറകിൽ നടക്കുന്നത് എന്താണെന്ന് ഞാൻ ആദ്യം പറയട്ടെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ഈ ഒരു സംഭവത്തിൽ ഇവർക്ക് ഇഷ്ടമുള്ള ബാനർ സെലക്ട് ചെയ്യാൻ, ഇഷ്ടമുള്ള പൂ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഈ പൂ ഇവർ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ബിഗ് ബോസ് ഇവർ ഏത് പൂവാണോ സെലക്ട് ചെയ്തത് ആ പെട്ടിക്കകത്തായിരിക്കും ഇവരുടെ വിധി. ബാനർ വെച്ചിട്ടുള്ളത്. അത് അല്ലാതെ ആദ്യമേ ഈ പറയുന്ന പോലെ ബാനർ ഒരു ഇതിനകത്ത് പച്ചയ്ക്കകത്ത് ഈ ചുവന്ന പെട്ടിക്കകത്ത് ഈ ബാനർ, പച്ച പെട്ടിക്കകത്ത് ഈ ബാനർ, അങ്ങനെ ആയിരിക്കത്തില്ല. ആദ്യം ഇവരടുത്ത് പൂ സെലക്ട് ചെയ്യാൻ പറയും. പൂ സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഇവർക്ക് ഏത് പൂവാണ്, ഇപ്പോൾ ഒരു പച്ച പൂവാണ് സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ പച്ച ഔട്ടാവാനുള്ളതാണെങ്കിൽ പച്ച പെട്ടിക്കകത്ത് ഒരു ഔട്ടിൻ്റെ സാധനം കൊണ്ട് വെക്കും. എന്നിട്ടാണ് ഇവരുടെ അടുത്ത് ആക്ടിവിറ്റി ഏരിയയിൽ പോകാൻ പറയുന്നത്. ആ സമയത്ത് ബ്ലൈൻഡ്സ് എന്തായാലും ഇട്ടിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും, എപ്പിസോഡ് ആ സമയം നമ്മൾ കാണുമ്പോൾ മനസ്സിലാവും. ഇനി നടക്കാൻ പോകുന്നത് വേറൊന്നുമല്ല, ഇത് തുറക്കുമ്പോൾ നോറ എവിക്റ്റ് ആവും. നോറയ്ക്ക് ചുമന്ന ബാനർ ആയിരിക്കും കിട്ടുന്നത്. നോറയ്ക്ക് ചുമന്ന ബാനർ കിട്ടി, നോറ എവിക്റ്റ് ആവും. നോറ എവിക്റ്റ് ആണെന്ന് തന്നെ കരുതും. പക്ഷേ നോറയെ നേരെ സീക്രട്ട് റൂമിൽ കൊണ്ടുപോകും. സീക്രട്ട് റൂമിൽ കൊണ്ടുപോയി 1-2 മണിക്കൂർ നോറയെ അവിടെ ഇരുന്നും, 2 മണിക്കൂർ എന്നാണ് അറിഞ്ഞത്. എന്നിട്ട് രാത്രി ഒരു ഗോസ്റ്റിൻ്റെ ഗെറ്റപ്പിൽ നോറയെ വീണ്ടും റീ എൻട്രി ചെയ്യിക്കും. ഇത് ഈ പറഞ്ഞ പോലെ നോറയ്ക്ക് വോട്ട് കുറവായതുകൊണ്ടോ അങ്ങനെ ഒന്നും അല്ല, ജസ്റ്റ് ഒരു പ്രാങ്ക് പോലെ അല്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൻ്റെ കണ്ടന്റിന് വേണ്ടി ചെയ്യുന്ന ഒരു സംഭവമായിരിക്കാം. നമുക്ക് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് രാത്രി വരുമ്പോൾ അത് കാണാം. എപ്പിസോഡ് തീർന്നിട്ട് ലൈവിലും കാണാം. അപ്പോൾ ഇതാണ് 1ാമത്തെ പ്രൊമോയും എനിക്ക് പറയാനുള്ള സംഭവം. ഇനി 2ാമത്തെ പ്രൊമോ, അത് ഇന്നലെ രാത്രി വന്നതാണ്. നമ്മുടെ CID രാംദാസ് ഹോളോഗ്രാമിൽ വരുന്നപ്പോൾ കണ്ടസ്റ്റൻസ് എല്ലാവരും ചിരിച്ച് കളിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ലാലേട്ടൻ സ്ക്രീനിൽ, അപ്പോൾ അവിടെ ലാലേട്ടൻ ഇവിടെ ലാലേട്ടൻ, അപ്പോൾ ലാലേട്ടൻ ചോദിക്കുകയാണ് CID രാംദാസിൻ്റെ അടുത്ത്, CID രാംദാസ് സുഖമാണോ? സുഖമാണ്. ഒരു ടാസ്ക് ഒക്കെ വന്ന് കൊടുത്തെന്ന് അറിഞ്ഞല്ലോ. ടാസ്ക് ഒക്കെ നമ്മൾ കൊടുത്തെങ്കിൽ ആരാണതിൽ മികച്ചതായിട്ട് കളിച്ചതെന്ന് നമുക്കറിയാമല്ലോ എന്നിങ്ങനെ CID രാംദാസ് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു പ്രൊമോ. അടുത്ത് പിന്നെ 2ാമതൊരു പ്രൊമോ വന്നിട്ടുള്ള നമ്മുടെ കുന്തി ദേവി അന്തിക്ക് കിണ്ടി കഴുകാൻ പോയ കഥ, മണൽ ഉരുളുമ്പോൾ ശരൽ ഉരുളാത്ത കഥ, രാമമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി ആ കഥ, പിന്നെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ആണ് ഉള്ളത്. ഇപ്പോൾ ഈ 3 പ്രൊമോയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ള അപ്ഡേറ്റ്. അപ്പോൾ നോറ ഔട്ടാവുന്ന പ്രൊമോയാണ്. നോറയാണ് ഔട്ടാവുന്നത്, ആരും ഷോക്കൊന്നും ആവണ്ട. നോറ ഔട്ടായി സീക്രട്ട് റൂമിൽ പോകുന്നു, തിരിച്ചു വരുന്നു. അപ്പം നോറ പെട്ടിയെടുക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ബിക്കോസ് സീക്രട്ട് റൂമിൽ പോകുമ്പോൾ നോറ ചിന്തിക്കും എനിക്ക് സപ്പോർട്ട് കുറവാണോ, പണപ്പെട്ടി വരുമ്പോൾ നോറ ചാടിയെടുക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ അടുത്ത അപ്ഡേറ്റോട് വരാം. പ്രൊമോ വരട്ടെ, അതിൻ്റെ വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.